എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറിലേക്ക് സ്വാഗതം. അത്തം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന 2025 വർഷം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അത്തം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന വർഷം, അതായത് 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Six of Pentacles, Three of Cups, Five of Cups, Four of Pentacles, അതുപോലെ തന്നെ Eight of Swords, Strength card, Knight of Cups, Two of Pentacles. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി പൊതുവിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടോ മറ്റു കാര്യങ്ങളിലെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എങ്കിൽ പോലും നിങ്ങൾ പഴയ, അതായത് നിങ്ങൾ കഴിഞ്ഞുപോയ കാലത്തിൽ ജീവിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ദുഃഖം, നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയോ അസ്വസ്ഥതകൾ എന്തുകൊണ്ടൊക്കെയോ ഉണ്ടാകുന്നത്, അതായത് പ്രത്യക്ഷത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ കൂടിയും ചില ചിന്തകൾ നിങ്ങളെ തന്നെ അലട്ടുന്ന തരത്തിലുള്ള ചിന്തകളിലേക്ക് നിങ്ങൾ ചെന്ന് എത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ 6 of Pentacles എനർജി ആൻഡ് 8 of Swords എനർജിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല എന്ന് ചുരുക്കം പറയുകയാണെങ്കിൽ, പക്ഷെ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുകയാണ്. അത് എനിക്ക് പറ്റില്ല എന്നെക്കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ആരെയും എവിടെയോ പിടിച്ച് കെട്ടിയിരിക്കുകയാണ് എന്നുള്ള പോലത്തെ ഒരു ചിന്തയാണ് നിങ്ങളുടെ. കാരണം ഇവിടെ 6 of Pentacles എനർജിയാണ്. നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള സ്ഥിതിയാണെങ്കിൽ നിങ്ങൾ നല്ല സാമ്പത്തിക സ്ഥിതിയിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒത്തിരി മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റുന്നുണ്ട്. നിങ്ങളുടെ ചിലവുകൾ, അതായത് വരവ് ചിലവുകളുടെ കണക്കുകൾ നോക്കുകയാണ് എങ്കിൽ വരവാണ് കൂടുതലായിട്ട് കാണിക്കുന്നത്. അതുപോലെ തന്നെ മാത്രമല്ല, മറ്റുള്ളവരെ സഹായിക്കാൻ, സാമ്പത്തികമായിട്ട് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു അവസ്ഥയിൽ തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉള്ളിൽ ഇപ്പം എന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഇല്ലായ്മയാണ്. അതായത് നമ്മൾ സ്കാർസിറ്റി മൈൻഡ് സെറ്റ് എന്ന് പറയാം. ഇപ്പോൾ ഒരാളോട് നമ്മൾ ചോദിക്കുക എങ്ങനെയാണ് ലൈഫ് എന്ന് ചോദിക്കുമ്പോൾ, നമ്മൾ ഒരാളുടെ ഒരു കാര്യത്തെക്കുറിച്ച് അത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അത് വളരെ എക്സ്പെൻസീവാണ് എനിക്ക് എന്ന് പറയും. ആ വ്യക്തിയുടെ സാമ്പത്തിക സ്ഥിതി നോക്കുകയാണ് എങ്കിൽ അത് അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമൊന്നും ആയിരിക്കില്ല. പക്ഷേ നമ്മൾ ചിന്താഗതിയാണ്. ഒരാൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നമ്മൾ പലരെയും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ജോലി ഉണ്ടാകും, മറ്റു കാര്യങ്ങളും ഒത്തിരി ഉണ്ടാകും. പക്ഷേ അവരെപ്പോഴും പരാധീനതകളായിരിക്കും. കാരണം അവരുടെ ജീവിതത്തിൽ അവർ പുറത്ത് പറയുന്ന മാത്രമായിരിക്കില്ല, അവരുടെ ജീവിതത്തിൽ അവർക്കൊന്നും ഒന്നും തികയാതെ വരികയാണ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ പലതും തികയാതെ വരുന്നത് കാരണം ഒരാൾ നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു നെഗറ്റീവ് ഇതിലേക്ക് പോകാതെ പോസിറ്റീവ്, അതായത് വലിയ രീതിയിൽ അഹംഭാവമോ അല്ലെങ്കിൽ ഞാനെന്ന ഭാവമോ, ഞാൻ വളരെയധികം സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കുന്നതാണ്, ഐ എം റിച്ച് എന്നുള്ള രീതിയിലേക്കൊക്കെ പറയണം എന്നുള്ളതല്ല. പക്ഷെ പരാധീനതകൾ പറയാറില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞു തീർക്ക്, വലിയ വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്കാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലും അത് വരുന്നുണ്ട്. എപ്പോഴും ഇങ്ങനെ പറയുന്ന ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെങ്കിൽ അറിയാം, ഇങ്ങനെ പറയുന്ന ആളുകൾക്ക് എല്ലാം കയ്യിലുണ്ടെങ്കിലും അവരൊന്നുമില്ലാത്തവരെ പോലും ജീവിക്കേണ്ടി വരുന്ന സാഹചര്യമാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, നിങ്ങളോട് തന്നെ എന്താണ് പറയുന്നത് എന്ന്. കാരണം ഇവിടെ 8 of Swords എനർജിയാണ്. നിങ്ങൾ ചിന്തിക്കുന്നത് എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, എൻ്റെ കൈകൾ ബന്ധിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ എനിക്ക് ചുറ്റുമുള്ള സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട്. ചില വ്യക്തികൾ പറയാം പാരൻസ് സമ്മതിക്കില്ല, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് പറയാം. ഒരു പ്രായം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വീട്ടുകാർ സമ്മതിക്കാത്തവരുണ്ട്. പക്ഷെ നിങ്ങളപ്പോഴും അവിടെ നിങ്ങൾ അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാത്തത്, അവർ സമ്മതിക്കാത്തതിനേക്കാൾ കൂടുതൽ ഇനി അവർ പറയുന്നത് കേൾക്കാതിരുന്നാൽ, എന്തെങ്കിലും സിറ്റുവേഷൻസ് വന്നാൽ അവരുടെ സപ്പോർട്ട് കിട്ടില്ല. അതായത് നിങ്ങൾക്ക് സ്വയം ഉത്തരവാദിത്തം എടുക്കാൻ പറ്റാത്തത് കൊണ്ടാവാം. എല്ലാവരും അതുപോലെ ആണെന്നല്ല ഉദ്ദേശിച്ചത്. ഒരു പരിധി വരെയുള്ള ആളുകളും അവരുടെ സപ്പോർട്ട് ഇല്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും നെഗറ്റീവായിട്ട് ചിന്തിക്കുമോ എന്നുള്ള സിറ്റുവേഷൻ, പല രീതിയിലുള്ള കാരണങ്ങൾ കൊണ്ട് പലരും ഭയമാണ്, ഫിയർ ഓഫ് ഫെയിലിയർ ആവാം, ഫിയർ ഓഫ് വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഭയമായിരിക്കാം. ആ ഭയം കൊണ്ടിട്ടാണ് നിങ്ങൾ
നിങ്ങൾ ആ കംഫർട്ട് സോണിന് പുറത്തു വരാത്തത്. നിങ്ങൾക്ക് ചുറ്റുപാടും നിങ്ങളുടെ വീട്, നിങ്ങളുടെ സാഹചര്യങ്ങൾ എല്ലാത്തിലും നിൽക്കുമ്പോൾ ഉള്ള ആ ഒരു കംഫർട്ടബിൾ പൊസിഷനിലാണ് നിങ്ങൾ. അതിൽ നിന്ന് പുറത്ത് കടന്നാൽ നിങ്ങളുടെ ഉത്തരവാദിത്തം നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം. അതിനുള്ളൊരു മടി കൊണ്ടിട്ടാവാം ഇത്. അതുകൊണ്ട് സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്ന ഒരു അവസരത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്ന അതുകൊണ്ട് തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വർഷമാണിത്. കാരണം 3 ഓഫ് കപ്സ് എനർജി ആൻഡ് സ്ട്രെങ്ത് കാർഡാണ്. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് ആഘോഷമാണ്. ഈ ഒരു ആഘോഷം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷമാണ് പലരെയും സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ നിങ്ങൾ സ്വതന്ത്രരല്ല എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഇപ്പോൾ ജോലിയുള്ളൊരു വ്യക്തിയാണ്, നിങ്ങൾ വിവാഹിതരല്ല, അച്ഛനമ്മമാരോടൊപ്പം ജീവിക്കുന്നവരെ സംബന്ധിച്ച് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ പാരൻസിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ ഒരു നെഗറ്റീവ് രീതിയിലല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ തീരുമാനങ്ങൾ, നിങ്ങൾ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനും ചിന്തിക്കാനും സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങുന്ന ഒരു സാഹചര്യമാകാം. ഇത് വിവാഹിതരായിട്ടുള്ള വ്യക്തികളും ആവാം. ഇപ്പോൾ ചില സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ തീരുമാനങ്ങൾ എടുക്കുന്ന വീട്ടിലുള്ള ആളുകളായിരിക്കും. അത് എനിക്കിഷ്ടമാണെന്ന് പറയുന്നവരുണ്ട്. കാരണം അതൊരു എളുപ്പമുള്ള പരിപാടിയാണ്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തീരുമാനിക്കാതെ മറ്റൊരാൾ തീരുമാനിക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾ ചെയ്താൽ മാത്രം മതി, ചിന്തിക്കേണ്ട, അധികം ഉത്തരവാദിത്തമില്ല എന്നുള്ളത്. അപ്പോൾ ഇത് തിരിച്ചുമാകാം. ചില ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം, ചില മക്കളെ സംബന്ധിച്ചിടത്തോളം പ്രായമായി വിവാഹം കഴിഞ്ഞ് അവർക്ക് വലിയ കുട്ടികളുണ്ടെങ്കിൽ പോലും അച്ഛനമ്മമാരായിരിക്കും തീരുമാനിക്കുന്നത്. ഇതിൽ നിന്നൊരു പുറത്തേക്കുള്ളൊരു സ്വാതന്ത്ര്യത്തിലേക്കുള്ളൊരു വഴിയാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അത് 2-3 കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ സ്വാതന്ത്ര്യമാകാം ഇത് ഉദ്ദേശിക്കുന്നത്. ഫിനാൻഷ്യൽ ഫ്രീഡം ആവാം, നിങ്ങൾക്കൊരു ജോലി കിട്ടുന്നതാവാം. അപ്പോൾ നിങ്ങൾക്കൊരു ജോലി കിട്ടി, അപ്പോൾ നിങ്ങൾ ഇതുവരെ സാമ്പത്തികമായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം നേടിയിട്ടില്ലാത്തവർക്ക് സാമ്പത്തികമായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം, ഫിനാൻഷ്യൽ ഫ്രീഡം ലഭിക്കുന്നതിൻ്റെ ഒരു ആഘോഷം കൂടിയിട്ടാവാം ഇതെന്നുള്ളത് സൂചിപ്പിക്കുന്നു. പിന്നെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരികയാണ്. ഇതുവരെ പലരും നിങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതെ ഫ്രീ ആയിട്ട് നടന്നിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഫ്രീഡം എന്ന് പറയുന്നത് ആ ഫ്രീഡത്തിനോടൊപ്പം വരുന്ന ഒരു കാര്യമാണ് ഉത്തരവാദിത്തം. നമ്മൾ ഫ്രീ ആയിട്ട് നടക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുത്താലാണ് അങ്ങനെ ചെയ്യാൻ പറ്റുക. നിങ്ങൾ പലരും സ്വന്തം വീട്ടിൽ തന്നെ നിൽക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് പാരൻസാണ്. പക്ഷേ എനിക്ക് ഫ്രീഡം വേണം, അതായത് എനിക്ക് ഫ്രീഡം വേണം, അതോടുകൂടെ വരുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള ഒരു സ്ട്രെങ്ത് എനിക്കില്ല എന്ന് പറയുന്നതിൽ നിന്നൊരു മാറ്റം, നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആ ഒരു സ്ട്രെങ്ത് നിങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ മറ്റൊരു കാര്യം 5 ഓഫ് കപ്സിനോടൊപ്പം തന്നെ നൈറ്റ് ഓഫ് കപ്സ് എനർജിയാണ്. ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ പലരും ഒരു വിവാഹത്തിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അടുത്തിടയ്ക്ക് പ്രണയ നൈരാശ്യം ഉണ്ടായിട്ടുള്ളവർ, ബ്രേക്കപ്പ് ഒക്കെ സംഭവിച്ചിട്ടുള്ളവർ, അല്ലെങ്കിൽ ഇപ്പോൾ വിവാഹമോചനം നടത്തിയിട്ടുള്ളവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ജീവിതം ഒന്നും നിങ്ങളുടെ കൈപ്പിടിയിലല്ല, അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന ചിന്തയുടെ ഒന്നും ആവശ്യമില്ല. ഇനി രണ്ടാമത്തെ വിവാഹവും തകരാറിലായിട്ട് നിൽക്കുന്നവരാണ്, ഡിവോഴ്സ് വേണോ വേണ്ടിയോ എന്നൊക്കെ ചിന്തിക്കുന്നവരാണെങ്കിൽ ഡിവോഴ്സിൽ ഇതൊട്ടും പറ്റുന്നില്ലാത്തൊരു സിറ്റുവേഷനാണെങ്കിൽ ഡിവോഴ്സിലേക്ക് പോവുക. കാരണം സെക്കൻഡ് മാരേജും ഡിവോഴ്സിൽ പോയാൽ ആളുകൾ എന്ത് ചിന്തിക്കും? ആ ഒരു രീതിയിലേക്ക് പോകാതിരിക്കുക. കാരണം നിങ്ങൾ ആ ഒരു ഇതിൽ നിൽക്കുന്നിടത്തോളം നിങ്ങൾ ജീവനോടെ നിങ്ങളെ കൊല്ലുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ടുപോകാതിരിക്കുക, വിട്ടുകളയുക. പിന്നെ ഓൾറെഡി മാരേജ്, ഇപ്പോൾ ഡിവോഴ്സ് കഴിഞ്ഞവരോ അല്ലെങ്കിൽ വിവാഹം കഴിക്കാത്തവരോ പ്രണയനൈരാശ്യം ഒരു ബന്ധത്തിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളവർ ഏത് തരത്തിലാണെങ്കിലും അവർ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളവും നല്ല സമയം, അതായത് പ്രണയത്തിലായിട്ടുള്ളവരാണെങ്കിൽ അത് വിവാഹത്തിലേക്ക് കലാശിക്കുന്നതായിട്ടും പ്രണയത്തിലാകുന്നതായിട്ടും സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു വർഷം പ്രണയത്തിലാകും, പെട്ടെന്ന് വിവാഹത്തിലേക്ക് കലാശിക്കുന്ന ഒരു സാഹചര്യം. എന്തായാലും പലരെയും സംബന്ധിച്ചിടത്തോളം ആഘോഷങ്ങളുള്ളൊരു വർഷമാണ്. അപ്പോൾ ഈ ഒരു ആഘോഷത്തിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ വിവാഹമായിരിക്കാം. ചില ആളുകളെ സംബന്ധിച്ച് വിവാഹം ഒരു സ്വാതന്ത്ര്യം കൂടിയായിരിക്കും. കാരണം നിങ്ങൾ വീട്ടിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ജനിച്ച് വളർന്നിട്ടുള്ളവരാണെങ്കിൽ വിവാഹം കഴിക്കുന്ന വ്യക്തിയും നിങ്ങളും തമ്മിൽ നല്ല രീതിയിലുള്ളൊരു ബന്ധം കൊണ്ടുപോവുകയും വളരെ ഒരു സ്വാതന്ത്ര്യം നിങ്ങൾ വിവാഹത്തിന് ശേഷം ശരിക്കും അനുഭവിക്കാൻ തുടങ്ങുകയും ചെയ്യുന്ന ഒരു വളരെ പ്രണയവും ഒക്കെ നിലനിൽക്കുന്ന ഒരു വർഷമായിരിക്കും ഈ ഒരു വർഷം എന്ന് തന്നെ പറയാം. അതേപോലെ തന്നെ 4 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 2 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. ഇത് നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു കണക്ഷൻ. 4 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. സാമ്പത്തിക കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഉള്ളിൽ മുഴുവൻ നെഗറ്റീവ് ചിന്താഗതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് പ്രതിസന്ധിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ നിങ്ങൾ ഭാവിയെക്കുറിച്ച് അനാവശ്യമായിട്ടുള്ളൊരു വ്യാകുലതയാണ്. ഇനിയിപ്പോൾ എന്താണ്, എങ്ങനെയാണ്, അല്ലെങ്കിൽ അനാവശ്യമായിട്ട് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. സാഹചര്യങ്ങളൊക്കെ നല്ലതായിരിക്കും, പക്ഷെ ഇപ്പോൾ നല്ലതാണ്, നാളെ നല്ലതാവും. അതായത് ഇപ്പോൾ സിറ്റുവേഷൻ ഭേദമാണെങ്കിൽ വേറെ ഒന്നും ടെൻഷൻ അടിക്കാനില്ലാത്തത് കൊണ്ട് നാളെ എങ്ങനെയായിരിക്കും എന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. പക്ഷെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ടെൻഷൻ അടിക്കാനൊന്നും ഉള്ളതല്ല, പക്ഷേ വളരെ പിശുക്ക് കാണുന്നുണ്ട്. കാരണം എത്ര ഉണ്ടെങ്കിലും ഇല്ല എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങളുടെ ഉള്ളിൽ. അപ്പോൾ ആ ഒരു പിശുക്ക് ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ
ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതാണ് പണം, നിങ്ങളുടെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ. അതൊന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവുക. ഭയങ്കരമായിട്ടുള്ള പിശുക്ക് നല്ലതല്ല. നിങ്ങളുടെ മാനസികമായിട്ടുള്ളതും ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തിന് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഈ ഒരു പക്ഷേ അടുത്തിടയ്ക്ക് സാമ്പത്തികമായിട്ട് പിറകിൽ നിന്നവരാണെങ്കിൽ ഈ ഒരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ വരുമാന മാർഗത്തിൽ മെച്ചമുണ്ടാകുന്നതാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മറ്റ് തരത്തിലുള്ള ഒന്നിൽ കൂടുതൽ വരുമാന മാർഗങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നു എന്നുള്ളതും ഇവിടെ സൂചിപ്പിക്കുന്നത്. ജോലി കൂടാതെ ബിസിനസ്സോ മറ്റു കാര്യങ്ങളോ അങ്ങനത്തെയുള്ളൊരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.